ഹലോ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അതുപോലെ തന്നെ കുറേ ദിവസം ഞാൻ എൻ്റെ ഡെസ്കൊക്കെ ഒന്ന് തൊട്ടിട്ട് ലാസ്റ്റ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വെച്ച അസൈൻമെൻറ്റ്സ്, സെമിനാർസ്, അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ചെയ്തിട്ട് ബാക്കി നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന പ്രിൻ്റ്, അതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നത് അതെല്ലാം എൻ്റെ ആ ഡെസ്കിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം, നാളെ തൊട്ട് എനിക്ക് ക്ലാസ് റീ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി. അതുപോലെ നമ്മുടെ വർക്ക്സിൻ്റെ ഈ ഇടയ്ക്ക് ചെയ്യുന്ന കളറിങ്ങും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന സ്കെച്ച് പോലും ഞാൻ എടുത്ത് വെക്കാതെ വെറുതെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒഫീഷ്യലായിട്ട് ഉള്ള ലോഗോ പ്രിൻ്റാണ്, നമ്മുടെ സ്റ്റിക്കേഴ്സ്. ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ഒരുപാട് റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ കറൻറ്റ്ലി എടുത്തൊരു റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, റെസൊല്യൂഷൻ ഒരു ചേഞ്ച്, ഒരു ഫുള്ളി ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ എനിക്ക് കൂടുതലായിട്ടും വാല്യൂ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി നടക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതിൽ നിന്നൊക്കെ ചേഞ്ചായി. ഞാൻ എനിക്ക് വേണ്ടി ഇപ്പോൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. മറ്റുള്ളവർ എന്ത് പറയുന്നു, എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും നോക്കാതെ. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങനെ നോക്കി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എക്സ്ട്രോവേർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ചില സമയത്ത് നമുക്ക് അത് നമ്മുടെ ലൈഫിലത് എപ്പോഴും നല്ലതല്ല. ആൻഡ് അപ്പോൾ 2025 എല്ലാവർക്കും ഒരു നല്ലൊരു എല്ലാ വിഷസും അവരവരുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നൊരു ഇയർ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് നമ്മുടെ ക്ലീനിങ് പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞു. ഞാൻ സ്വന്തമായാണ് ഇപ്രാവശ്യം സ്റ്റാർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറേ കളർ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം എൻ്റെ ഡെസ്കിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് ചാർട്ട് പേപ്പേഴ്സ്, അതിൻ്റെ കൂടെ തന്നെ 2 മാസമായിട്ട് ചാർജ് ചെയ്യാത്ത എൻ്റെ ഇയർപോഡും A4 ഷീറ്റ് പേപ്പേഴ്സും എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ അസൈൻമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഡെസ്കിൽ തന്നെ എടുത്ത് വെച്ചു. കാരണം ഇപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിൻ്റെ എല്ലാ ആവശ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ എനിക്ക് വേണ്ടി പുതിയ ഒരു ബുക്ക് വാങ്ങിച്ചു, ഒരു നോട്ട് ബുക്ക് എന്ന് പറയാം. കാരണം ഞാൻ അതിനായിട്ട് എഴുതുന്നതോ ഡയറിയോ ജേർണൽസോ ഒന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ എന്നാൽ പോലും എൻ്റെ ലൈഫിലെ കുറച്ച് മൊമെൻറ്റ്സ് അത് നോട്ട് ചെയ്ത് വെക്കണം, അതല്ലെങ്കിൽ കുറച്ച് പുതിയ ശീലങ്ങൾ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ബുക്ക്സ്. അപ്പം ലാസ്റ്റ് എൻ്റെ ഡെസ്കിൻ്റെ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഹാപ്പി ന്യൂ ഇയർ.